ഈ ടിപ്പർ ലോറി ആലിയ ഈ ടിപ്പർ ലോറി ഈ അതുപോലെ ഇതേപോലെയൊക്കെ ഉള്ള അഹങ്കാരം കാണിക്കുന്നത് തയ്യാറാകണമെന്നുള്ള ഇത് റിപ്പോർട്ട് ചെയ്ത് പറയാനുള്ളത്. ആംബുലൻസൊക്കെ എത്തിച്ചേർന്നു. ഈ ഡ്രൈവറുടെ നില ഗുരുതരമാണ്. പക്ഷേ ഇത്രമാത്രം ഈ സ്കൂളുകൾ വണ്ടിയുടെയൊക്കെ കണ്ടീഷൻ കണ്ടില്ലേ, വളരെ മോശമായ കണ്ടീഷൻ. അങ്ങനെ 6 പേരും മരിച്ചിരിക്കും, 6 കുഞ്ഞുങ്ങൾ. അതിൽ 6 പേരിൽ 2 പേര് പ്രായമുള്ളവർ ആ മണ്ണിനടിയിൽ പെട്ടുപോയ അവസ്ഥയാണ്. പയ്യനുണ്ട്. ഏതാ ഇത് കണ്ടുകൊണ്ടിരുന്ന പയ്യൻ ഓടി മാറിയുണ്ട് രക്ഷപ്പെട്ടു. അവൻ യഥാർത്ഥത്തിൽ അവൻ എവിടുന്ന് ഒരു അമ്പലപ്പുറത്ത് നിന്ന് വരുമായിരുന്നു. ഇത് എന്ത് സംഭവിച്ചേടാ? ടിപ്പർ വെളിയിൽ ഇറങ്ങി വന്നതാ. നേരെ പോയതാ. നീ കണ്ടായിരുന്നു? ഇവിടെ കൊണ്ടായിരുന്നു. കൊച്ചിറങ്ങണം ഇവനോ? ആമോ എൻ്റെ മോനെ എന്തായിരുന്നു അതിൻ്റെ സംഭവം? എങ്ങനെയാണ് നീ കണ്ടത്? പറഞ്ഞോ. അത് കാര്യമില്ല. സംഭവം എന്ന് പറഞ്ഞാൽ 5 പേരുണ്ടായിരുന്നു കൊച്ചുങ്ങള്. ഞാൻ രണ്ടുപേര് മണ്ണി കിടക്കുന്നുണ്ട്. അവന്മാരെ പൊക്കിയെടുത്ത്. അതാ അവന്മാരെ രക്ഷപ്പെട്ടോ? അവന്മാരെ ഒരുത്തന്റെ കാലിന് കുഴപ്പമുണ്ട്. രണ്ടാമത്തവന്റെ വായിന്നൊക്കെ ചോര വരുന്നുണ്ട്. ഈ വണ്ടി എവിടെ നിന്നെയാ? അമ്പലപ്പുറത്ത് നിന്നാണ് ഇങ്ങനെ വന്നത്. ഭയങ്കര സ്പീഡായിരുന്നു. ഡ്രൈവർ ഫോൺ വെച്ചോണ്ടിരിക്കുക. ശ്രദ്ധിച്ചോ? വണ്ടി നല്ല സ്പീഡിലായിരുന്നു. ഇങ്ങനെ വളഞ്ഞു വന്ന് അങ്ങോട്ടങ്ങ് ഇടിച്ച് കയറുമായിരുന്നു. ഇങ്ങോട്ട് വളച്ചു വന്നാണ് ഇങ്ങോട്ട് കയറുക. മോനെ നേരം എവിടേക്ക് വരുന്നത്? ഞാൻ 4 പേർ റൂട്ടിൽ നിന്നേ. ആ കൂട്ടത്തിലൊരാളാണോ നീ? കൂട്ടുകാരൻ വന്നപ്പോ അങ്ങോട്ട് മാറി. ഓ വെരി ലക്കി. മറ്റേ ഈ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ഇവിടെ തന്നെ ഉള്ള ആണല്ലേ? 4 കുഞ്ഞുങ്ങളും പിന്നെ 2 പേരല്ലാതെ മരിച്ചു. നിന്നെ അവനാ രക്ഷിച്ചല്ലേ? അല്ല നീ നിന്നെ രക്ഷിച്ച അവനാ അല്ലേ? വല്ലാത്തൊരു 7ഓളം പേരുണ്ടായിരുന്നാ പറയുന്നത്. ആണല്ലേ? ഈ പയ്യൻ ഓടി മാറിയുണ്ട്, കുഴപ്പമില്ല. നമ്മുടെ കൊട്ടാരക്കര അമ്പലപ്പുറത്തോട്ട് പോകുന്ന 2ാമത്തെ റോഡുണ്ടല്ലോ, ആ റോഡിൽ വെച്ചാണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ 4 കുഞ്ഞുങ്ങളും മരിച്ചു. അതോടൊപ്പം തന്നെ പ്രായമായ 2 പേർ. വലിയൊരു ആക്സിഡൻ്റാണ് ഉണ്ടായത്. ഇതാണ് ആ വണ്ടി. ഈ വണ്ടി ഇവിടെ അമ്പലപ്പുറം സൈഡിൽ നിന്ന് ഇടിച്ച് കയറിയത്. നമ്മുടെ കൊട്ടാരക്കര വണ്ടിയാണ്. ഇവന്മാർക്ക് ബ്രേക്ക് ഇതുകൊണ്ടില്ലേ? വണ്ടിയുടെയൊക്കെ കാലം കഴിഞ്ഞു പോയ വണ്ടികളാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളെയാണ്, ഇവിടെ ഒരു ബസ് സ്റ്റോപ്പാണ്. ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് കുഞ്ഞുങ്ങളെയാണ് ഇടിച്ചിട്ടത്. കുഞ്ഞുങ്ങളുടെ ബോഡി നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് നമ്മൾ ഇനിയും സംശയിക്കുവാണ് ആളുണ്ടോ എന്ന്. അതുകൊണ്ടാണ് ഇളക്കി നോക്കുന്നത്. ഇതിനകത്തു നിന്നായിരുന്നു കുഞ്ഞുങ്ങളെ കിട്ടിയത്. ബുക്കുകൾ നിൽക്കുക നോക്കേ. കുഞ്ഞുങ്ങളുടെ ബാഗ് കുഞ്ഞുണ്ടോ? ഇതിനകത്ത് ഈ മണ്ണിനിടയിൽ 6 അതങ്ങോട്ട് മാറ്റി വെക്കാം. അല്ല മൊത്തത്തിൽ 6 പേര് മനുഷ്യല്ലേ? ആദ്യം കൊണ്ട് 5 പേരുണ്ട്. പിന്നെ 2 പേര്. ഈ കുഞ്ഞുങ്ങൾ എത്ര പേരെ ഇവിടെ? ആ പയ്യൻ എന്നോട് പറഞ്ഞിരുന്നു. അവർ പറഞ്ഞ് 5-6 പേരുണ്ടെന്ന് പറഞ്ഞു. അവൻ ഓടി രക്ഷപ്പെട്ടു. ഒരുത്തൻ പിന്നെ അല്പം ഒന്ന് മാറിയെന്നോട്. യെസ് ആളുണ്ട്. ഇങ്ങോട്ടൊന്ന് മാറി. കൈ മാത്രമായിരിക്കും.
അങ്ങോട്ട് മാറിയെന്നോട് മാറിയേക്കേ. അവിടുന്ന് ആൾക്കാർ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ. അങ്ങോട്ടൊന്ന് അല്ലല്ല, അന്നേരം അത് കഴിഞ്ഞിട്ട് വന്നേ. പക്ഷേ 6 പേരാണ് ഇപ്പം ആക്ച്വലി. അതിനകത്ത് 4 കുട്ടികൾ മരണപ്പെട്ടു, 2 പേര് മുതിർന്നവരാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന ഒരു കൊച്ചു പയ്യൻ ഇവിടെ നിൽപ്പുണ്ട്. ആ പയ്യൻ്റെ കൂടെ നിന്നിരുന്ന ഒരാൾ, അവനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് മാറിപ്പോയി. ആ സമയത്ത് അവൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ തന്നെ നമ്മുടെ കൈ ഉണ്ട്, 2 കൈ ഇവിടെ ചെതറി കിടക്കുക. ഇപ്പോൾ നമ്മൾ എടുക്കുക. അപ്പോൾ അത്ര ഹൃദയഭേദമായ പ്രശ്നങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് മാറ്റി, അതായത് ബോഡി അങ്ങോട്ട് മാറ്റി. മറ്റേ ഡ്രൈവറെ അതാ നല്ല സ്പീഡിലെ വണ്ടി വന്നതെന്നാണ് ആ കണ്ടുകൊണ്ടിരുന്ന കൊച്ചനോട് പറഞ്ഞത്. ആ വളവ് അമ്പലപ്പുറം വളവിൽ നിന്ന് ഭയങ്കരമായ സ്പീഡിൽ വന്ന് ഇവിടെ നമ്മുടെ ബസ്സിൻ്റെ സ്റ്റോപ്പാണ്. ഈ സ്റ്റോപ്പിലോട്ട് വന്ന് ഇടിച്ച് കയറുകയാണ്. ചേട്ടാ ഏത് സ്കൂളിലെ കുട്ടികളാണ് അത്? രണ്ടും ഇവിടെ സ്വാഭാവികമായിട്ട് കൊട്ടാരക്കര പോകുന്ന കുട്ടികളാണ്. എല്ലായിടത്തും ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ ഇവിടുന്ന് ബസ് കയറി പോകുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടിയെ കാണുമ്പോൾ നിങ്ങളെ ഒന്ന് കണക്ട് ചെയ്യാം. ഞാൻ അത് അവിടെ കാണിക്കാൻ എന്താണെന്ന് ചോദിച്ചാൽ, അത്രയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോഡികളൊക്കെ അതിനോട് എനിക്ക് താല്പര്യമില്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ അത് എടുക്കുന്നത്. പക്ഷേ വലിയ ഹൃദയഭേദകമായ ഒരു സംഭവമാണ്. വളരെ മനോവിഷമവും. കുഞ്ഞുങ്ങളൊക്കെ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ടിപ്പർ ലോറികളെ നിയന്ത്രിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത ഇവിടെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഇത് കണ്ടില്ലേ, ആ ടിപ്പർ കിടക്കുന്നുണ്ട്. ആ ഇടിയുടെ ആഘാതം എന്താണെന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ മുകേഷ്, ഈ കൊച്ചുങ്ങളെ അറിയാമോ? കാരണം എന്ന് പറഞ്ഞാൽ ഈ ബസ്സിൻ്റെ അല്ല, ഈ വണ്ടിയുടെ ഒരു പഴക്കം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ടയർ കാര്യങ്ങൾ, കാരണം ഇതൊക്കെ പിടിച്ചാൽ നിൽക്കുമോ? ഇതൊക്കെ പിടിച്ച് കെട്ടിയിട്ടിരുന്നു. ഇതെന്തുവാന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഇവിടെ രാജേഷ് ഇവിടെ അറിയാവുന്ന പിള്ളേരെങ്ങനോ അതുകൊണ്ട് അവരുടെ ബാഗും പുസ്തകമൊക്കെ വിട്ടിരിപ്പുണ്ട്. അതൊന്ന് നോക്കി. വിളിച്ചോട്ടെ ഞങ്ങൾ ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് ഈ വാഹനം ഈ വെല്ലും ബ്രേക്കുമില്ലാതെ ഈ ഇവിടെ മണ്ണെടുത്ത് കാറ്റുണ്ടാക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവൻ കാറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയി. ഇതുകൊണ്ടല്ലേ ഈ ടയറിനകത്ത് നോക്ക്, കാറുണ്ടോ നോക്ക്. ഞാനിപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു, കുഞ്ഞൻ. അപ്പൊ അവനെ വേറൊരാൾ വിളിച്ചുകൊണ്ടാണ് അവൻ അവിടുന്ന് മാറിയത്. അപ്പം പറയുന്നത് ഈ വണ്ടി ഭയങ്കരമായ സ്പീഡിൽ വളവെടുത്ത് വരികയാണ്, വന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിലോട്ട് ഇടിച്ചാൽ കയറുകയാണ്. സ്വാഭാവികമായിട്ട് ഇത്തരം